വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രമെന്നിലൂടെ എന്നുള്ള പരിപാടി അവതരിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെടുമ്പോൾ എനിക്കൊരു ചരിത്രമുണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എപ്പിസോഡിൽ കൂടുതൽ പറയാൻ എന്തെങ്കിലും കഥകളുണ്ടോ ഒന്നും അറിയില്ലായിരുന്നു. ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ചെയ്ത് നോക്കാം എന്നാണ് അന്ന് പറഞ്ഞത്. അത് 41 എപ്പിസോഡ് വരെ എത്തുന്ന ഒരു യാത്രയായി. പിന്നീട് നമ്മൾ ആ യാത്ര അവസാനിപ്പിച്ചത് മീശമാധവനിലായിരുന്നു. മീശമാധവൻ വരെയുള്ള എൻ്റെ ജീവിതം പറഞ്ഞിട്ടായിരുന്നു അവസാനിപ്പിച്ചത്. മീശമാധവന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എൻ്റെ കരിയർ ഞാൻ സിനിമാ രംഗത്ത് നിൽക്കണോ പോണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയ സമയത്താണ് മീശമാധവൻ ഇവിടെ നിൽക്കാം എന്നുള്ളൊരു ഒരു ടിക്കറ്റ് എനിക്ക് തരുന്നത്. മീശമാധവൻ ചെയ്യുന്നതിന് മുൻപ് രണ്ടാം ഭാവം എന്ന് പറയുന്ന ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമ പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പരാജയം എന്നെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലെത്തിക്കുകയും സിനിമ വിട്ട് വിദേശത്ത് എവിടെയെങ്കിലും ജോലി തേടി പോവാം എന്നൊക്കെ ഉള്ളൊരു തീരുമാനമൊക്കെ എത്തി നിൽക്കുന്ന സമയത്താണ് ദിലീപ് ഒരു ഓപ്പൺ ഡേറ്റ് തരുന്നതും എനിക്ക് പറ്റുന്നൊരു കഥ കണ്ടെത്തുമെന്ന് ആവശ്യപ്പെട്ടതും. അങ്ങനെയാണ് അത് മീശമാധവനിലേക്ക് എത്തുന്നത്. മീശമാധവൻ കഴിഞ്ഞ് അതൊരു വലിയ വിജയമായി കഴിഞ്ഞപ്പോൾ ആ വിജയാഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാതെ ഞാൻ നേരെ വർക്കലയ്ക്കാണ് പോയത്. വർക്കലയിലെ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് പോയത്. ഒരു 10 ദിവസം അവിടെ പ്രകൃതി ചികിത്സയും യോഗ പ്രാക്ടീസും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. അന്ന് എനിക്ക് കൂട്ടുവന്നത് മുരളീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ്. മുരളീകൃഷ്ണൻ രണ്ടാം ഭാവത്തെക്കുറിച്ച് വളരെ അപൂർവമായി ഉണ്ടായ നല്ല റിവ്യൂസിൽ ഒരു റിവ്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് രണ്ടാം ഭാവം ഭയങ്കര ഇഷ്ടമായിരുന്നു. മുരളീകൃഷ്ണൻ ഒരുപാട് കഥകൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ആ കാലത്ത് എഴുതുമായിരുന്നു. അപ്പോൾ ആ കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റോറി ഐഡിയാസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു ചർച്ച ചെയ്യാൻ പറ്റിയ ഒരാളാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വർക്കലയിൽ ഈ ചികിത്സയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തെയും കൂടെ കൂട്ടിയത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കഥ, അത് ചേകവൻ എന്നായിരുന്നു ആ കഥയുടെ പേര്. 2 പുതിയ ചെറുപ്പക്കാരെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചെയ്യാവുന്ന ഒരു സിനിമ എന്നുള്ളതായിരുന്നു ഐഡിയ. അപ്പോൾ ഞാൻ വിചാരിച്ചു മീശമാധവൻ ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര വലിയ വൻ വിജയമായി നിൽക്കുന്നൊരു സമയത്ത് അതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ സംവിധായകനുള്ള ഒരു മാർക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. 2 പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുകയാണെങ്കിലും മീശമാധവൻ്റെ ഡയറക്ടറുടെ സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു കൗതുകം ഉണ്ടാവും. അത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ അതിനൊരു പ്രൊഡ്യൂസർ വന്നു, അതിനൊരു വിതരണത്തിന് ആൾ വന്നു. അങ്ങനെ ആ സിനിമ 2 ചെറുപ്പക്കാരുടെ കഥയാണ്. ഒരാൾ ഒരു BA പാസ്സായതിന് ശേഷം കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്ത് പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാൾ. മറ്റൊരാൾ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ. അയാൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻറ്റും കൂടിയാണ്. ആ ഏരിയയിലെ പ്രസിഡൻ്റാണ്. ഈ 2 പേര് തമ്മിൽ, അപരിചിതരായ 2 പേര് തമ്മിൽ കണ്ടുമുട്ടുന്നതും അത് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു കഥയായിരുന്നു അത്. അപ്പോൾ ആ കഥ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമായി. ശുചീന്ദ്രം ക്ഷേത്രവും പരിസരവും അതിൻ്റെ ഒരു പ്രധാന ലൊക്കേഷനായിട്ട് കണ്ടെത്തി. ആ ലൊക്കേഷൻ ഹണ്ടൊക്കെ നടത്തി. ഷൂട്ടിംഗ് പൂജ ഡേറ്റ് ഫിക്സ് ചെയ്തു. 2 പുതിയ നടന്മാരെ അതിലേക്ക് കാസ്റ്റ് ചെയ്തു. അതിൽ ഒരു നടൻ മുരളി ഗോപിയായിരുന്നു. ഈ മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ആണ് പിൽക്കാലത്ത് നിങ്ങളറിയുന്ന മലയാള സിനിമയിലെ ഏറ്റവും വില കൂടിയ എഴുത്തുകാരനായ തിരക്കഥാകൃത്തായ മുരളി ഗോപി. ഭരത് ഗോപി സാറിൻ്റെ മകനാണ് മുരളി ഗോപി. അപ്പോൾ മുരളി ഗോപിയായിരുന്നു അതിൽ ഒരു കഥാപാത്രം ചെയ്യാനിരുന്നത്. മറ്റൊരു കഥാപാത്രം എൻ്റെ തന്നെ ഒരു റിലേറ്റീവായിട്ടുള്ള പോളി വർഗീസ് എന്ന് പറഞ്ഞ ആളെയാണ് മറ്റേ റോളിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിരുന്നത്. അദ്ദേഹം മോഹനവീണ വിദ്വാനായിട്ട് ഇപ്പോൾ ലോകം മുഴുവൻ പ്രശസ്തനായിട്ടുള്ള
സംഗീതപ്രേമികളുടെ ഇടയിൽ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. ഈ പോളി വർഗീസിനെ ആയിരുന്നു മറ്റേ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പൂജ മദ്രാസിലെ വർഷവല്ലഗിയിൽ വിദ്യാസാഗറിൻ്റെ സ്റ്റുഡിയോയിൽ പിറ്റേ ദിവസം നടക്കും. തലേ ദിവസം മീശമാധവൻ്റെ പ്രൊഡ്യൂസേഴ്സും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പുതിയൊരു സിനിമ തുടങ്ങാൻ പോവാണല്ലോ, പൂജയ്ക്ക് തൊട്ട് മുമ്പത്തെ പടത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ രാവിലെ വിദ്യാസാഗറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു മൂകത നിശബ്ദത തളം കെട്ടിക്കിടക്കുന്നത് കണ്ട് എനിക്ക് എന്തോ ഒരു പെശക് സ്മെല്ല് ചെയ്തു. ഞാൻ വിദ്യാസാഗറിനോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഈ സിനിമയുടെ വിതരണക്കാരൻ ഈ സിനിമയിൽ നിന്ന് ബാക്കൗട്ട് ചെയ്തു. സ്വർഗചിത്ര അപ്പച്ചനായിരുന്നു ഈ സിനിമയുടെ വിതരണം ഏറ്റിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അങ്ങനെ പൂജയുടെ അന്ന് പിന്മാറി. അങ്ങനെ അദ്ദേഹം പിന്മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാതാവ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പം അദ്ദേഹം പിന്മാറിയതുകൊണ്ട് ആ സിനിമ അവിടെ അന്നത്തോടുകൂടി അവസാനിച്ചു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു കഥയുണ്ട്. അതായത് മീശമാധവൻ എന്ന് പറയുന്ന സിനിമ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ സുബൈറും സുധീഷും ഈ സ്വർഗചിത്ര അപ്പച്ചൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അദ്ദേഹം ഫണ്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആ സിനിമ ചെയ്യാൻ തയ്യാറായത്. അവർ താരതമ്യേന എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു സിനിമയിൽ, അത്ര വലിയ പൈസക്കാരായിട്ടുള്ള ആൾക്കാരും അല്ല. അപ്പോൾ ഇങ്ങനൊരു ബാക്കിങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അവർക്ക് വേണ്ടി മീശമാധവൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ മീശമാധവൻ്റെ തിരക്കഥയൊക്കെ കംപ്ലീറ്റ് ആയപ്പോൾ അന്ന് സ്വർഗചിത്ര അപ്പച്ചൻ സാറിന് അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള വീട്ടിൽ പോയി കാണുകയും അദ്ദേഹത്തിന് കഥ ഇഷ്ടമായി. അപ്പോൾ സംവിധായകൻ സിദ്ദിഖ് സാറിനോടും കൂടി ഒന്ന് പറയണം, അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു ഒപ്പീനിയൻ കേട്ടിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദിഖ് സാറിനോട് കഥ പറഞ്ഞു. സിദ്ദിഖ് സാറിന് കഥ ഇഷ്ടമായി. സാറ് റെക്കമെൻഡ് ചെയ്ത് ചെയ്യാവുന്ന സിനിമയാണെന്നൊക്കെ റെക്കമെൻഡ് ചെയ്തു. എന്നിട്ടും പിന്നീട് സിനിമയിൽ നിന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ അന്ന് സ്വർഗചിത്ര അപ്പച്ചൻ പിന്മാറിയിരുന്നു. അങ്ങനെ അന്ന് മീശമാധവൻ ഒരു ക്രൈസിസ് ഫേസ് ചെയ്തതാണ്. പക്ഷെ പിന്നീട് കാസ് ഫിലിംസിൻ്റെ സേവിയറും കലാസംഘത്തിൻ്റെ അംസയൊക്കെ ചേർന്നിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് ആവുകയും അവർ കൊടുത്ത ഒരു ഫണ്ടിങ്ങും ഒക്കെ ആയിട്ടാണ് അന്ന് മീശമാധവൻ നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മീശമാധവൻ വലിയ ഹിറ്റായപ്പോൾ വീണ്ടും അപ്പച്ചൻ സാറ് ഒറ്റപ്പാലത്തിൻ്റെ വീട്ടിൽ വന്നു. ഈ മീശമാധവൻ തമിഴിൽ ചെയ്യാനുള്ള അവകാശം പുള്ളിക്ക് വേണം, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തോട്ട്, വിജയുടെ ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പാലത്ത് വരികയും അപ്പോൾ അന്ന് വലിയ വിലയ്ക്ക് മീശമാധവൻ്റെ റൈറ്റ്സ് മറ്റ് നിർമ്മാതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്നു എന്നുള്ളതിലുള്ള സന്തോഷം കൊണ്ട് സുധീഷും സുബൈറും അതിനേക്കാൾ കുറഞ്ഞൊരു തുകയ്ക്ക് ഇദ്ദേഹത്തിന് കൊടുക്കുക, അദ്ദേഹം ഒരു അഡ്വാൻസ് തുക കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ മീശമാധവനും കൊണ്ട് ഞങ്ങൾ മദ്രാസിൽ ചെല്ലുകയും മദ്രാസിൽ വെച്ച് വിജയ് ഈ സിനിമ കാണുകയും അദ്ദേഹത്തിന് സിനിമ ഇഷ്ടമായി. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാറ്റർ എല്ലാം നല്ല ഇருக்கு. കാരണം ക്ലൈമാക്സ് എന്നെ മാതിരി ഒരു സ്റ്റാർക്ക് തികന്ത മാതിരി ഇല്ല. എന്നുവെച്ചാൽ ഒരു സ്റ്റാറിന് ചെയ്യാനുള്ള അത്രയും ഹെവി അല്ല ഇതിൻ്റെ ക്ലൈമാക്സ്. പക്ഷെ ഒരു അപ്കമിങ് സ്റ്റാറിന്, ഒരു സ്റ്റാർ ആവാൻ പോകുന്ന ആൾക്ക് ഇത് കറക്റ്റായിരിക്കും. ഇത് കറക്റ്റാണ്. എനിക്ക് ഇപ്പോൾ ഇത് പോരാ, ഇവിടെ ഈ ക്ലൈമാക്സ് പോരാ എനിക്ക്. അങ്ങനെയാണ് ആ മീശമാധവൻ നടന്നില്ല, തമിഴിൽ നടന്നില്ല. പിന്നെയും വേറെ കഥകളുണ്ട്, അതാ ഇപ്പോൾ പറയണ്ട. പക്ഷെ എന്തായാലും അങ്ങനെ ആ പ്രോഗ്രാം നടന്നില്ല. അപ്പോൾ എന്തോ അപ്പച്ചൻ സാറ് എൻ്റെ ജാതകത്തിൽ ഒരു പൊരുത്തക്കുറവുണ്ട്. മീശമാധവൻ ആദ്യം പുള്ളി ചെയ്യാനിരുന്നിട്ട് വിട്ട് കളഞ്ഞു, തമിഴിൽ ചെയ്യാൻ പോയിട്ട് അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ ചേകവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് അത് ലാസ്റ്റ് മൊമെൻറ്റിൽ അദ്ദേഹം പിന്മാറി. അങ്ങനെ ആ സിനിമ മുടങ്ങിപ്പോയി. ആ സിനിമ മുടങ്ങി തിരിച്ച് ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടേക്ക് തിരിച്ചു വന്ന സമയത്താണ് മമ്മൂക്ക ഞങ്ങളവിടെ മദ്രാസിലുണ്ട്, ഇങ്ങനെ ഒരു പൂജയ്ക്ക് വന്നതാണെന്നും അത് മുടങ്ങിയെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോടൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചെന്നൈയിൽ.
അപ്പോൾ അവിടെ റെജി നായർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനോടൊരു കഥ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഈ കഥ ഒന്ന് കേൾക്കുക, എനിക്ക് ഇഷ്ടമായി, നിനക്ക് ഇഷ്ടമായാൽ നമുക്ക് ഉടനെ തുടങ്ങാം, നിൻ്റെ മറ്റേ പ്രോജക്റ്റ് എന്തായാലും ക്യാൻസലായല്ലോ. അങ്ങനെ റെജി നായർ പട്ടാളം എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്നോട് പറയുന്നു. കഥ കുഴപ്പമില്ലാതെ എനിക്കും തോന്നി. മമ്മൂക്ക അത്രയും ഇമ്പ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും മറവത്തൂർ കനവിന് ശേഷം അദ്ദേഹവുമായിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കഥ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിനെ സമ്മതിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ. അദ്ദേഹത്തിന് ഓൾറെഡി ഇഷ്ടമായ ഒരു കഥയാണ് എന്നുള്ളതൊക്കെ ആയിരിക്കും എന്നെ അന്നത് എടുക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇതിനൊരു വലിയ ബഡ്ജറ്റാവും, ചെറിയ ബഡ്ജറ്റല്ല, ഇത്തിരി വലിയ ബഡ്ജറ്റ് ആവുന്നൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക തന്നെ സുബൈറിനെ വിളിപ്പിച്ച് സുബൈറിനോട് ഈ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു, സുബൈറും സുധീഷും സേവ്യറും ഹംസയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനമെടുത്ത് മീശമാധവന് ശേഷം ഇമ്മീഡിയറ്റ് നമ്മൾ മമ്മൂക്കനെ വെച്ചിട്ട് അതേ ടീം ഒരു സിനിമ ചെയ്യുന്നു. അങ്ങനെയാണ് പട്ടാളം എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത്. 4 രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൾഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പട്ടാളം ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊരു വലിയ സിനിമയാണ്. എന്നുവെച്ചാൽ ഒരുപാട് പട്ടാള ട്രക്കുകൾ, ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ടെൻറ്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു വലിയ സെറ്റ്, ഒരു 100 ദിവസത്തോളം നീണ്ടു നിന്ന ഷൂട്ടിങ്. അന്ന് 100 ദിവസം ഷൂട്ട് ചെയ്തു എന്നുള്ളതൊക്കെ തന്നെ വലിയ ഒരു പാതകമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ 100 ദിവസമൊക്കെ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പം അന്ന് പട്ടാളം ഷൂട്ട് ചെയ്തത് മറയൂരും പാലക്കാടും ഒക്കെ ആയിട്ടാണ്. മറയൂരിലെ ഷൂട്ടിംഗ് ദിനങ്ങളൊന്നും മറക്കില്ല. കാരണം ഫോറസ്റ്റിനുള്ളിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അത് നടക്കില്ല. അവിടെ ഒരു ആദിവാസികളുടെ ഒരു കോളനി നമ്മൾ മണിപ്പൂർ നാഗാലാൻഡ് ഏരിയയിലെ ഒരു കോളനിയാക്കിയിട്ട് മാറ്റുകയും അതിനുള്ളൊരു മിലിറ്ററി കമാൻഡോ ഓപ്പറേഷനൊക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പട്ടാളം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളൊരു സിനിമയായിരുന്നു. അത് ഒരു വലിയ ക്യാൻവാസിൽ ചെയ്ത സിനിമയായിരുന്നു. അതിൽ മമ്മൂക്കയോടൊപ്പം ബിജു മേനോൻ, കലാഭവൻ മണി, ക്യാപ്റ്റൻ രാജു, പല ആളുകളും ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത പല ആളുകളും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. രസകരമായിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഷൂട്ടിംഗ് ആയിരുന്നു. കാരണം മറയൂരിൽ ടെൻറ്റുകളൊക്കെ അടിച്ചിട്ട് പലരും രാത്രി ആ ടെൻറ്റുകളിൽ തന്നെ കിടന്നുറങ്ങും. ഹോട്ടൽ റൂമിൽ പോവില്ല, ടെൻറ്റിൽ കിടന്നുറങ്ങും. അങ്ങനെ കാടിൻ്റെ പരിസരം ആയിട്ടുള്ള സ്ഥലമാണ്. ചില വെടിയിറച്ചിയും കാര്യങ്ങളൊക്കെ ചില രഹസ്യമായിട്ട് കൊണ്ടുവരും, അത് അവർ കുക്ക് ചെയ്ത് കഴിക്കും. അങ്ങനെയുള്ള ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ആ കാലത്ത്. പിന്നെ ആ സിനിമയിൽ കലാഭവൻ മണി അഭിനയിച്ച ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു മണിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ടേക്ക് എടുത്തൊരു ഷോട്ട് ആ സിനിമയിലായിരുന്നു. ഒരു മണി ഓടി വന്നിട്ട് ഈ മിലിറ്ററി ക്യാമ്പിലുള്ള ആളുകളോട് ഒരു ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്നൊരു ഷോട്ടായിരുന്നു. ഒത്തിരി ലെങ്തി ഷോട്ടായിരുന്നു. ദൂരേന്ന് പുള്ളി ഓടി വന്ന് ഈ ആളുകളുടെ അടുത്ത് നിന്നിട്ട് ഒരു ലെങ്തി ഡയലോഗ് പറയുന്നതാണ്. പക്ഷെ മണിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വിഷയമല്ല. മണി എത്ര ലെങ്തി ഡയലോഗും കാണാപ്പാടം പഠിക്കുന്ന ഒരാളാണ്, കാണാപ്പാടം പഠിച്ച് പറയുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടുള്ള ഒരു ഏരിയ വരികയാണെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ, പ്രോംപ്റ്റിങ്ങിൻ്റെ ഒരു ടച്ച് കിട്ടിയാൽ ബാക്കി പിക്ക് ചെയ്തിട്ട് പറയുന്ന ഒരു ഗംഭീര ആക്ടറാണല്ലോ. പക്ഷെ എന്തോ കാരണവശാൽ അന്ന് മണിക്ക് എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 1 ടേക്കായി, 2 ടേക്കായി, 3 ടേക്കായി, അങ്ങനെ 10 ടേക്കൊക്കെ ആയി കഴിഞ്ഞപ്പം മണിക്ക് അതൊരു ഈഗോൻ്റെ ഈഗോ ഹർട്ടായി. അപ്പോൾ എനിക്കത് മനസ്സിലായി. മണിക്ക് സ്വയം ഒരു നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ട്.
ഞാൻ ഇത്രയും ആർട്ടിസ്റ്റ് എല്ലാ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നിരന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ മണീനെ വിളിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, മണി ഇതെല്ലാ ആളുകൾക്കും സംഭവിക്കും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഏതെങ്കിലും ഒരു ദിവസം ഒരു ബാഡ് ഡേ ഇതുപോലെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം, എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ആദ്യം മുതൽ ഈ ടേക്ക് 1 തൊട്ടിട്ട് നമുക്ക് എടുക്കാം, ടേക്ക് 1 ആയിട്ട് എടുക്കാം, ഈ 10 ടേക്കുകളും ഇട്ടേക്ക്. അല്ലല്ല. അപ്പോൾ മണിക്ക് ചെറിയൊരു വാശി, അല്ലല്ല ഇത് ഞാൻ ചെയ്യും, ഇതിനേക്കാൾ എത്ര വലിയ ഷോട്ട്, എത്ര വലിയ ഡയലോഗ് ഞാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ അവൻ എനിക്കറിയാം അത് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല, ചില ദിവസം ഇങ്ങനെയാവും, ഇങ്ങനെ പറ്റും, അപ്പോൾ നമുക്കൊന്ന് മാറി നിന്നിട്ട് ചെയ്യാം. അല്ലല്ല ഇപ്പം തന്നെ ചെയ്യാം. പിന്നെ മണിക്ക് വാശിയാണ്. അങ്ങനെ ഷോട്ട് ഇങ്ങനെ വരും, എടുക്കും, പോവും. അങ്ങനെ 20 ടേക്ക് മറ്റായി, 20 ടേക്കായിട്ടും ശരിയായിട്ടില്ല. അപ്പോൾ ക്യാപ്റ്റൻ രാജു ചേട്ടൻ മണീനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, മോനെ മണി ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ എന്ന് എന്തോ പറഞ്ഞു. മണി അതുവരെ ഉണ്ടായിട്ടുള്ള മണിക്ക് സ്വയം, വേറെ ആർക്കും തോന്നിയിട്ടില്ല, പക്ഷെ മണിക്ക് സ്വയം തോന്നിയിട്ടുള്ള ഒരു ഗിൽറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അപമാനം കൊണ്ടോ മണി വയലൻ്റായി. ക്യാപ്റ്റൻ രാജു ചേട്ടന് മണി ചൂടായി, അദ്ദേഹത്തോട് ഭയങ്കര ചൂടായി. അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഈ 6'3", 6'2" പൊക്കമുള്ള ഹ്യൂജായിട്ടുള്ള മനുഷ്യൻ കരയാണ്. മിലിറ്ററി യൂണിഫോമിൽ, കേണലിൻ്റെ യൂണിഫോമിൽ നിന്നിട്ട് അദ്ദേഹം കരയാണ്. എന്നാലും മണി എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. ഒരു വല്ലാത്ത സിറ്റുവേഷനായി. അപ്പോഴേക്കും മമ്മൂക്ക വന്നു, മമ്മൂക്കയുടെ വിട്ടു. മമ്മൂക്ക പറഞ്ഞു, ഇത് എല്ലാവർക്കും, എനിക്കൊക്കെ എത്രയോ ടേക്കുകൾ പോയിട്ടുണ്ട്, ചില സിറ്റുവേഷനിൽ നമ്മളുടെ ഒരു ഫോക്കസ് മാറിപ്പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് എന്തിനു പറയുന്നത്. 22ാമത്തെ ടേക്ക് ഓക്കെ. അത് പിന്നെ മണി രാജുചേട്ടനോട് സോറി പറയലും അവർ തമ്മിൽ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെ ആയിട്ട് ആ പ്രശ്നം അന്ന് തീർന്നു. പക്ഷെ ആ ദിവസം, ആ രാത്രി ഞാൻ മറക്കില്ല. കാരണം ഒരാൾ ടെൻസ്ഡായി കഴിഞ്ഞാൽ, ക്യാമറയുടെ മുമ്പിൽ ടെൻസ്ഡായി കഴിഞ്ഞാൽ ആ ടെൻഷൻ നമുക്കും കിട്ടും. അങ്ങനെ ഒരുപാട് ഓർമ്മിക്കാനുള്ള ഒരുപാട് കഥകളുണ്ട് പട്ടാളത്തിൻ്റെ ഷൂട്ടിന്. പട്ടാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് പുതിയ ആളുകൾ രംഗത്ത് വന്നൊരു സിനിമയായിരുന്നു. ആ കാലത്ത് അവരത്രയധികം ശ്രദ്ധിക്കപ്പെട്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ പിൽക്കാലത്ത് അവരിൽ പലരും മലയാള സിനിമയിലെ വലിയ റോളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ആ സിനിമയിലെ നായികമാർ 2 പേരും, ടെസ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് വന്ന ക്യാരക്ടർ ചെയ്ത്. ടെസ ഒരു ഫെഡറൽ ബാങ്ക് ജനറൽ മാനേജറുടെ മകളാണ്. അവർക്ക് സിനിമ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയാണ്. അവരുടെ വീട്ടിലൊക്കെ പോയി അവരുടെ പാരൻസിനെയും അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടാണ് ടെസ ആ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. വേറൊരു അത്ഭുതമുണ്ട്. അതിന് മുമ്പ്, ടെസയ്ക്ക് മുമ്പ് മറ്റൊരു പെൺകുട്ടീനെയായിരുന്നു നായികയായിട്ട് ഫിക്സ് ചെയ്തിരുന്നത്. ആ പെൺകുട്ടിയെ ഞാൻ ഒരു ജ്വല്ലറി, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ വലിയൊരു ഹോർഡിങ്ങിൽ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ട് ആ മോഡൽ കോർഡിനേറ്ററെയൊക്കെ വിളിച്ചിട്ടാണ് ആ കുട്ടിയെ കോണ്ടാക്ട് ചെയ്യുന്നതും അവരെ ഫിക്സ് ചെയ്യുന്നതൊക്കെ. അവരെ നായികയായിട്ട് ഫിക്സ് ചെയ്തു. പക്ഷേ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ ഏജൻറ്റിനെ വിളിക്കുമ്പോൾ അയാളും പറയണത് എനിക്കും ഒരു കോണ്ടാക്റ്റും ഇല്ല, പെട്ടെന്ന് കോണ്ടാക്റ്റ് മിസ് ചെയ്തു, ഒരു വിവരമില്ല, അബ്സ്കോണ്ടിങ് ആണ് ആൾ. അങ്ങനെ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങേണ്ട സമയമായി, ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അടുത്ത ആളെ നമ്മൾ അന്വേഷിക്കുന്നതും അങ്ങനെ ടെസയിലേക്ക് എത്തുന്നതും. വർഷങ്ങൾക്ക് ശേഷം ഇമാനുവൽ എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയുമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ, പട്ടാളത്തിന് ശേഷം മമ്മൂക്കയെ വെച്ച് ഞാൻ ചെയ്യുന്ന സിനിമ ഇമാനുവലാണ്. അപ്പോൾ ഇമാനുവലിലേക്കൊരു നായിക കഥാപാത്രം ചെയ്യാൻ ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ഫോട്ടോകൾ കിട്ടി. ഏതാണ്ട് അതിലൊരാളെ ഫിക്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇരിക്കുമ്പോൾ ആണ് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നോക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട്
അതിന് പറ്റിയ ഒരാളെ കണ്ടിട്ടുണ്ട്, ഞാൻ ഫോട്ടോ അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ വന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഈ ക്യാരക്ടറിന് കറക്റ്റാണെന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു അവർ എമിറേറ്റ്സിൽ എയർ ഹോസ്റ്റസ്സാണ്, അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞാൽ അവർ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ അവർ ട്രിവാൻഡ്രത്ത് വരികയും റിനു മാത്യൂസ് എന്നായിരുന്നു അവരുടെ പേര്. അവരെ ചെന്ന് കണ്ടു. അവരെ കണ്ടപ്പോൾ തന്നെ ആ ക്യാരക്ടറിന് മാച്ചാവുമെന്ന് തോന്നിയിട്ട് അവരെ കാസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇനി ലീവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ കുട്ടി എന്നോട് പറഞ്ഞു, സാർ ഞാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചോ എന്ന് വെച്ചാൽ ഉറപ്പിച്ചു. ഇനി മാറ്റില്ലല്ലോ എന്ന്. മാറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് മമ്മൂക്കയുടെ തന്നെ ഓപ്പോസിറ്റ് നായികയായിട്ട് സെലക്ട് ചെയ്ത് തന്നെയായിരുന്നു. എനിക്ക് ആ സമയത്താണ് എമിറേറ്റ്സിൽ ജോലി കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് എനിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ ആ ജോലി അപ്പോൾ സ്വീകരിക്കണമായിരുന്നു. അത് പറഞ്ഞാൽ എന്ത് തരത്തിലാണ് നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യാമെന്ന് പേടിച്ചിട്ടാണ് ആരോടും മിണ്ടാതെ ആ ഫോൺ നമ്പറും ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ദുബായിക്ക് പോയത്. ആ ആളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ തന്നെയാണോ പുതിയ പടത്തിലെ നായിക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ സിനിമയിൽ അപ്പോൾ ഒരു ചരിത്ര നിയോഗം പൂർത്തിയാണ്. മമ്മൂക്കയുടെ നായികയായിട്ട് അഭിനയിക്കണം എന്നുള്ളത് അവരുടെ വിധിയിലുണ്ടായിരുന്നു. അതും ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തന്നെ വേണമെന്നായിരിക്കും ചിലപ്പോൾ അവരുടെ വിധി. അങ്ങനെ ഈ പട്ടാളത്തിന് വേണ്ടിയിട്ട് ആദ്യം ഫിക്സ് ചെയ്ത, പിന്നെ കാണാതെ പോയ പെൺകുട്ടിയാണ് പിന്നീട് ഇമാനുവലിൽ നായികയായിട്ട് വന്ന റിനു മാത്യൂസ്. അങ്ങനെ നമുക്കൊരു പണി കിട്ടിയാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരാളെന്നുള്ള നിലയിൽ ആണ് സുരാജ് വെഞ്ഞാറമൂടിനെ കൊണ്ടുവരുന്നതും. സുരാജ് ആ സെറ്റിൽ ഒരു ബീഡി തീർപ്പുകാരൻ്റെ ഒരു റോളൊക്കെ ആയിട്ട് ആ സിനിമയിൽ പല സീനുകളിലും ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. അതിൽ ഒരു മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് എടുക്കുന്ന ദിവസം അഭി വന്നില്ല. അഭിക്ക് അന്ന് തിരുവനന്തപുരത്ത് എന്തോ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഭി പോയി കളഞ്ഞു. അപ്പോൾ ആ പാട്ടിൽ സുരാജ് വെഞ്ഞാറമൂടാണ് പിന്നെ ആ പോർഷൻ ചെയ്തത്.